ഹലോ ഓൾ, സ്കൂൾ ടു IIM-ലെ IPM സീരീസിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോ IPMAT എക്സാംസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ IPMAT ഇൻഡോറിനെ പറ്റി ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് IPMAT റോത്താക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് IPMAT റോത്താക്ക്? അപ്പോൾ അത് ഭയങ്കര സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഒരു സാധനമാണ്. IPMAT റോത്താക്ക് എന്ന് പറയുന്നത് IPM അഥവാ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വിച്ച് ഇസ് കണ്ടക്ടഡ് ബൈ IIM റോത്താക്ക്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു IPMAT എന്ന് പറയുന്നത് ഇൻഡോറും കണ്ടക്ട് ചെയ്യുന്നുണ്ട്, റോത്താക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും IPMAT എന്ന് പറയുമ്പോൾ ഏത് IPMAT ആണെന്ന് ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോ ഇൻഡോർ ആയിരിക്കും മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ റോത്താക്ക് ആയിരിക്കും. സോ ഏത് IPMAT ആണെന്നുള്ളത് കൂടി നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. സോ IPMAT റോത്താക്ക് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് IIM റോത്താക്കിലെ IPM പ്രോഗ്രാമിനായിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സ് നമുക്കൊന്ന് ജനറലി നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ IIM റോത്താക്കിലെ IPM പ്രോഗ്രാമും IIM ഇൻഡോറിന്റെ IPM പ്രോഗ്രാമിന്റെ അഡ്മിഷൻ പ്രോസസ്സ് ഭയങ്കര സിമിലർ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഓൺലൈൻ രജിസ്ട്രേഷൻ ആൻഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ മീറ്റിംഗ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് IPMAT റോത്താക്ക് ആണ്. ആൻഡ് ദെൻ യു ഹാവ് എ പേഴ്സണൽ ഇന്റർവ്യൂ, ദെൻ പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. നമുക്കിനി വൺ ബൈ വൺ ഓരോ സ്റ്റെപ്പും നമുക്ക് നോക്കി മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എലിജിബിലിറ്റി ആണ്. ഇവിടെയും ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ IPMAT ഇൻഡോർ ആയിട്ട് വളരെ സിമിലർ ആണ്. സോ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 20 years as on July 31st, 2021. അപ്പൊ ഞാൻ ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് 2021 നടന്ന IPMAT റോത്താക്ക് എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോ അടുത്ത കൊല്ലത്തെ ഈ IPMAT എക്സാം എന്ന് പറയുന്നതും മോർ ഓർ ലെസ് ഇതേപോലത്തെ പാറ്റേൺ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും വരാൻ സാധ്യതയില്ല. വന്നാൽ തന്നെ വളരെ ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. സോ ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 20 years ആണ്. IPMAT ഇൻഡോറിനും സെയിം ലിമിറ്റ് തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾ മിനിമം പെർസെന്റേജ് മാർക്സ്, അതായത് അക്കാഡമിക്സ് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ OBC ആൻഡ് EWS കാറ്റഗറിക്ക് മിനിമം 60% മാർക്ക് ഇൻ സ്റ്റാൻഡേർഡ് 10 ആൻഡ് സ്റ്റാൻഡേർഡ് 12. ആൻഡ് SC/ST PWD കാറ്റഗറിക്ക് ഒരു റിലാക്സേഷൻ ഓഫ് 5%, അതായത് 55% ഇൻ ബോത്ത് ക്ലാസ് 10 ആൻഡ് ക്ലാസ് 12. അപ്പോൾ ഇത് രണ്ടുമാണ് എലിജിബിലിറ്റി ആയിട്ട് പറയുന്ന മെയിൻ രണ്ട് ക്രൈറ്റീരിയ, ഏജ് ക്രൈറ്റീരിയയും ആൻഡ് മിനിമം പെർസെന്റേജ് ഓഫ് മാർക്സ് ഇൻ 10th ആൻഡ് 12th. ഇനി നമുക്ക് IPMAT റോത്താക്കിന്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭയങ്കര സെയിം ആണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഇവിടെ IPMAT ഇൻഡോർ പോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയും വെർബൽ എബിലിറ്റിയും ഉണ്ട്. പക്ഷെ വേറൊരു സാധനം കൂടി പുതിയതുള്ളതെന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. സോ അവിടെ IPMAT ഇൻഡോറിൽ എന്താണ് സംഭവിച്ചത്? യു ഹാഡ് 2 types ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി. ഒന്ന് MCQ ഉണ്ടായിരുന്നു, ഒന്ന് ഷോർട്ട് ആൻസർ ഉണ്ടായിരുന്നു, പിന്നെ യു ഹാഡ് വെർബൽ എബിലിറ്റി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം 3 സെക്ഷൻസ് എന്ന് പറയുന്നതും MCQ തന്നെയാണ്. യു ഡോണ്ട് ഹാവ് ഷോർട്ട് ആൻസർ ടൈപ്പ്. ഒരു സെക്ഷനിലും നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് IPMAT റോത്താക്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എല്ലാം MCQ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ആൻഡ് ഇവിടെ ജസ്റ്റ് ഒരു സെക്ഷനിന് മാത്രമേ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി കൊടുത്തിട്ടുള്ളൂ. പിന്നീട് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഗൈൻ വെരി സിമിലർ ടു IPMAT ഇൻഡോർ, അതായത് 4 marks ഫോർ എവറി കറക്റ്റ് ആൻസർ ആൻഡ് -1 ഫോർ എവറി റോങ് ആൻസർ. അപ്പൊ ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് ആൻസർ ഇല്ലാത്തത് കൊണ്ട് IPMAT ഇൻഡോറിൽ അതൊരു നിങ്ങൾക്ക് ഒരു ബോണസ് ഉണ്ടായിരുന്നു. അതായത് ഷോർട്ട് ആൻസർ ടൈപ്പ് സെക്ഷന് യു ഡിഡ് നോട്ട് ഹാവ് നെഗറ്റീവ് മാർക്സ്. പക്ഷെ ഇവിടെ ഷോർട്ട് ആൻസർ ഇല്ലാത്തതുകൊണ്ട് 3ഉം MCQ ആയതുകൊണ്ടും എല്ലാ സെക്ഷൻസിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ. ബിക്കോസ് നെഗറ്റീവ് മാർക്സ് നിങ്ങൾക്ക് എല്ലാ സെക്ഷനിലും ലഭിക്കുന്നതാണ്. ആൻഡ് വേറൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് IPMAT ഇൻഡോറിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താണ് ഒരു വ്യത്യാസം? യു ഡോണ്ട് ഹാവ് സെക്ഷണൽ കട്ട് ഓഫ്. അപ്പൊ IPMAT ഇൻഡോറിന് നമ്മൾ 2021 കട്ട് ഓഫിൽ നമ്മൾ മനസ്സിലാക്കി 3 കട്ട് ഓഫ്സ് അവർ കൊടുത്തിട്ടുണ്ട് ഓരോ സെക്ഷൻ വൈസ്. പക്ഷെ ഇവിടെ IPMAT റോത്താക്കിന് എന്താണ് സെക്ഷൻ വൈസ് കട്ട് ഓഫ് ഇല്ല. യു ജസ്റ്റ് ഹാവ് 1 ജനറൽ കട്ട് ഓഫ് ഫോർ ദി ഹോൾ എക്സാം. അപ്പൊ അതാണ് ഈ IPMAT റോത്താക്ക്
how it is very different from IPMAT Indoor. നമുക്കിനി 3 സെക്ഷൻസും എങ്ങനെയാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടൈം അലോട്ടഡ് എന്നൊക്കെ നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ലോജിക്കൽ റീസണിംഗ്, വെർബൽ എബിലിറ്റി, ഇത് മൂന്നും MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻഡ് 40 minutes ഈച്ച് ആണ് ഓരോ സെക്ഷനുള്ളത്. അപ്പോൾ IPMAT ഇൻഡോറിൽ നമ്മൾ കണ്ടു 30 minutes ഈച്ച് ആയിരുന്നു. ഇവിടെ പക്ഷേ ഇറ്റ് ഇസ് 40 minutes ഈച്ച്, അതായത് ടോട്ടൽ ഓഫ് 120 minutes, അതായത് 2 hours ഓഫ് എക്സാം. ആൻഡ് പിന്നെ ഇവിടെ അഗൈൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ 40 questions പെർ സെക്ഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ടോട്ടൽ എന്ന് പറയുന്നത് 4 marks ആണ് എവറി റൈറ്റ് ആൻസറിന് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഒരു 480 marksനായിരിക്കും നിങ്ങൾ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതായിരിക്കും നിങ്ങളൊരു ടോട്ടൽ സ്കോർ. ഇനി അടുത്ത സ്റ്റേജ് ആയ പേഴ്സണൽ ഇന്റർവ്യൂല് എന്താണ് വരുന്നത് നോക്കാം. പേഴ്സണൽ ഇന്റർവ്യൂവും ഇത് വളരെ ജനറൽ ആയിട്ടാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ അക്കാഡമിക്സ് ബേസ് ചെയ്തിട്ടായിരിക്കും, ജനറൽ അവയർനെസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ പേഴ്സണൽ ഇന്റർവ്യൂവിൽ ഇവര് കൂടുതൽ ജഡ്ജ് ചെയ്യുന്നത്. ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ പിന്നീടുള്ള മാർക്സ്, കോമ്പോസിറ്റ് സ്കോറിൽ നിങ്ങൾ മാർക്സ് ആഡ് ചെയ്യുന്നത്. സോ IPMAT ഇൻഡോറിനും IPMAT റോത്താക്കിനും പേഴ്സണൽ ഇന്റർവ്യൂവിൽ നിന്ന് വരുന്നത് വളരെ ജനറൽ ആയിട്ടുള്ള നിങ്ങൾ എന്താ പറയാ അക്കാഡമിക്സ്, ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ്, പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പൊ നിങ്ങളൊരു ഒരു ഓൾറൗണ്ട് ഒരു എന്താ പറയാ ഒരു അസസ്മെന്റ് ആയിരിക്കും ഈ പേഴ്സണൽ ഇന്റർവ്യൂവിൽ കൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ഇനി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എങ്ങനെയാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ IPMATന്റെ സ്കോർ വെയിറ്റേജ് വരുന്നത് 45% ആണ്. ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂവിൻ്റെത് 15%. ആൻഡ് ദെൻ ഇവിടെ പാസ്റ്റ് അക്കാഡമിക്സ്, അതായത് 10th and 12th മാർക്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 40% ആണ്. അപ്പൊ ഹിയർ അഗൈൻ എന്താ IPMAT റോത്താക്ക് ഇസ് വെരി ഡിഫറെന്റ് ഫ്രം IPMAT ഇൻഡോർ. IPMAT ഇൻഡോറിൽ നമ്മൾ കണ്ടു 65% ഇൻ IPMAT സ്കോറും ആൻഡ് 35% ഇൻ എന്താ പേഴ്സണൽ ഇന്റർവ്യൂ ആണ് എന്താണ് ഫൈനൽ കോമ്പോസിറ്റ് സ്കോറിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ പാസ്റ്റ് അക്കാഡമിക്സിന് കൂടെയും ഒരു ഈക്വൽ, ഒരു മോർ ഓർ ലെസ് ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട് IPMAT സ്കോറുമായിട്ട്. സോ IPMAT സ്കോറിൻ്റെ 45% ഓഫ് മാർക്സും പേഴ്സണൽ ഇന്റർവ്യൂ സ്കോറിൽ 15%ഉം ആൻഡ് പാസ്റ്റ് അക്കാഡമിക്സ്, അതായത് ബോത്ത് 10th and 12th 40% സ്കോറും കൂടി എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ കോമ്പോസിറ്റ് സ്കോറും നിങ്ങളുടെ ഫൈനൽ റാങ്കിങ്ങും വരുന്നത്. മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ ഫൈനൽ റാങ്കിങ്ങും വരുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഇനി നമുക്ക് ഈ IPMAT റോത്താക്ക് 2021 ഒരു കട്ട് ഓഫ് നമുക്കൊന്ന് ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് മനസ്സിലാക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് ഒരു കട്ട് ഓഫ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. വൈ? ബിക്കോസ് ഇവിടെ സെക്ഷൻ വൈസ് കട്ട് ഓഫ് ഇല്ല ആസ് IPMAT ഇൻഡോർ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ജനറൽ കാറ്റഗറിക്ക് മിനിമം കട്ട് ഓഫ് മാർക്സ് വരുന്നത് 265 മാർക്സ് ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ ആയിട്ട് വരുന്നത് അറൌണ്ട് 480 മാർക്സ് ആണ്. ഈ 480ൽ 265 മാർക്സ് മിനിമം നിങ്ങൾ സ്കോർ ചെയ്യണം ഇൻ ഓർഡർ ടു ക്ലിയർ ദി കട്ട് ഓഫ്. അതുപോലെ തന്നെ ഈ OBC കാറ്റഗറിക്ക് വരുന്നത് 179 മാർക്സ്. ആൻഡ് അതിനുശേഷം യു ക്യാൻ ഗെറ്റ് ദി റിമൈനിങ്, അതായത് SC/ST, SCQ 119, പിന്നെ ST 52 മാർക്സ്, EWS 197. അപ്പൊ അങ്ങനെ കട്ട് ഓഫ് നിങ്ങൾ കുറഞ്ഞു വരും. പിന്നെ ഇവർ വേറെ കുറച്ച് എന്താ എത്ര ഫീമെയിൽസ് ആൻഡ് എത്ര മെയിൽസ് ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷനും കൂടി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇവർ ഒഫീഷ്യൽ സൈറ്റിൽ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഇവര് റിലീസ് ചെയ്യുന്ന കട്ട് ഓഫ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കൊല്ലത്തെ ഈ കട്ട് ഓഫും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, പിന്നെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്ന രീതിയിലൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കൊല്ലം അതിനനുസരിച്ച് നമുക്ക് നല്ലോണം പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ IPMAT റോത്താക്ക് 2021 കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറയാം. സോ ഇത് എന്ന് പറയുന്നത് നിങ്ങൾ അത്ര ഇതായിട്ട് കാര്യമായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇത് 2021 ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ നെക്സ്റ്റ് ഇയർ വെൻ യു അപ്ലൈ ഇതിൽ കുറച്ച് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ജസ്റ്റ് ടു ഗിവ് യു ആൻ ഐഡിയ. അപ്പോ റോത്താക്കിന്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് 160 സ്റ്റുഡൻസ് ആണ് ഫോർ ദെയർ IPM പ്രോഗ്രാം. അതുപോലെ തന്നെ ഇവിടെ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നതും ലൈക്ക് IPMAT ഇൻഡോർ ഇറ്റ്സ് എ ബിറ്റ് ഓൺ ദി ഹയർ സൈഡ്, അതായത് അറൌണ്ട് 4,000, ക്ലോസ് ടു 4,000. അതിന്റെ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് ഇതിൽ കുറെ ചേഞ്ചസ് വരുന്നതാണ്. അപ്പോൾ അടുത്ത കൊല്ലം നിങ്ങൾക്ക് ഇതിൽ വീണ്ടും ചേഞ്ചസ് വരുന്നത് കൊണ്ടാണ് എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കാത്തത്. ബിക്കോസ് ഇറ്റ് വോണ്ട് മേക്ക് സെൻസ്. ബിക്കോസ് നെക്സ്റ്റ് ഇയർ യു വിൽ ഹാവ് എന്താ പറയുക വെരി ഡിഫറെന്റ് പ്രോസ്പെക്ടസ് ആൻഡ് ഡിഫറെന്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി എക്സാം.
ആൻഡ് ഇവിടെ എക്സാം സെന്റേഴ്സ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് കോഴിക്കോടും തിരുവനന്തപുരവുമാണ്. അപ്പോൾ നെക്സ്റ്റ് ഇയർ ഓൾസോ മോസ്റ്റ് പ്രോബബ്ലി ഈ സെന്റേഴ്സ് തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ചിലപ്പോൾ കുറച്ച് സെന്റേഴ്സും കൂടി കൂടാനും സാധ്യതയുണ്ട്. ബിക്കോസ് ഈ IPM പ്രോഗ്രാമിന് പോപ്പുലാരിറ്റി ഇപ്പൊ സ്ലോലി ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഒരു അവയർനെസ് ഇപ്പോൾ ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ചാനലിൽ തന്നെ മുമ്പ് നമ്മൾ ഇതിൽ ഹൗ ടു പ്രിപ്പയർ എന്ന വീഡിയോയിലും ആൻഡ് ഏതൊക്കെ IIMസിലാണ് ഈ IPM പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ IPM പ്രോഗ്രാമിനെ പറ്റിയും എങ്ങനെ ഇവിടെ പ്ലസ് ടുവിന് ശേഷം അഡ്മിഷൻ നേടാം എന്നതിനെ പറ്റിയും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളുടെ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. സ്കൂൾ ടു IIM ചാനലിൽ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആൻഡ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്കൂൾ ടു IIM IPMAT JIPMAT ഓൺലൈൻ കോച്ചിംഗ് പ്രോഗ്രാം +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡൗൺലോഡ് ദ സ്കൂൾ ടു IIM ആപ്പ് നൗ. For more details, you can contact us using the links below.